അന്ന് പെയ്ത മഴയിൽ അവസാന ഭാഗം. കഥയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. കൂടാതെ കഥ ഇഷ്ടമായാൽ നിങ്ങളുടെ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. പെട്ടെന്ന് തന്നെ ജയദേവൻ ആരോടും ഒന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി. ആദിത്യ അവനെ തടയാൻ പോയില്ല. ആദിത്യ വിളിച്ചു പറഞ്ഞതനുസരിച്ച് പോലീസ് വന്ന് ജയശങ്കറിനെയും മായയെയും അറസ്റ്റ് ചെയ്തു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ജയദേവന്റെ വിവരങ്ങളൊന്നും ഉണ്ടായില്ല. അവിടെ നടന്ന സംഭവങ്ങളുടെ ആഘാതത്തിൽ നിന്നും മുത്തശ്ശിയും പ്രിയയും വർഷയും സതിയും മോചിതരായിരുന്നില്ല. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് പോലീസ് വിളിച്ചതനുസരിച്ച് ആദിത്യ അവിടെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. ഒരു ഹോട്ടൽ മുറിയിൽ ഉറക്ക ഗുളികകൾ കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ജയദേവനെ അവിടെ ICUവിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. മരുന്നിൻ്റെ ഓവർഡോസ് കാരണം ജയദേവൻ കോമ സ്റ്റേജിലേക്ക് പോയി എന്നും ഇനിയൊരു തിരിച്ചുവരവിന് സാധ്യതയില്ലെന്നും ഡോക്ടർമാർ വിധി എഴുതി. ജയദേവനെ ആരും ഏറ്റെടുക്കാനില്ലാത്തതുകൊണ്ട് അവനെ തിരികെ തറവാട്ടിലേക്ക് തന്നെ കൊണ്ടുവരണമെന്ന് പ്രിയയുടെ വാശി കാരണം ആദിത്യൻ സമ്മതിച്ചു. അവളോട് അത്രയൊക്കെ ചെയ്തിട്ടും പ്രിയ ഇപ്പോഴും ജയദേവനെ സ്വന്തം അനിയനെപ്പോലെ തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ആദിത്യന് അതിൽ ദേഷ്യവും അമർഷവും ഉണ്ടായിരുന്നു. തറവാട്ടിലേക്ക് കൊണ്ടുവന്ന് പ്രിയയും സതിയുമായിരുന്നു ജയദേവന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത്. വർഷയ്ക്ക് എതിർപ്പുണ്ടായിരുന്നെങ്കിലും പതിയെ വർഷയും ജയദേവന്റെ കാര്യത്തിൽ പ്രിയയെ സഹായിച്ചു തുടങ്ങി. ഒരിക്കൽ ആദിത്യ ജയദേവന്റെ മുറിയിൽ ചെന്നപ്പോൾ ജയദേവൻ കണ്ണു തുറന്ന് കിടക്കുകയായിരുന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ദേവ, അല്ലെങ്കിലും വിധി അങ്ങനെയാണ്. നമ്മൾ ഒരു സമയത്ത് ആട്ടിപ്പായിച്ചവരുടെയും അറിഞ്ഞുകൊണ്ട് ഉപദ്രവിച്ചവരുടെയും കാൽക്കീഴിൽ തന്നെ എന്നെങ്കിലും ദൈവം നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കും. ആദിത്യ പറഞ്ഞത് കേട്ടുകൊണ്ടാണ് വർഷയും പ്രിയയും മുറിയിലേക്ക് വന്നത്. സഹതാപം തോന്നിയിട്ടൊന്നുമല്ല, നിങ്ങളെ ശുശ്രൂഷിക്കാൻ ഞാൻ കൂടെ കൂടിയത്. ഒരാൾ വീണ് കിടക്കുമ്പോഴല്ല പ്രതികാരം തീർക്കേണ്ടതെന്ന് നിങ്ങൾ കൊന്നു തള്ളി എൻ്റെ വിനുവേട്ടൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. വർഷ ജയദേവനോട് പറഞ്ഞു. മതി, രണ്ടാളും ചെല്ല്, ഞാൻ ദേവൻ ആഹാരം കൊടുക്കട്ടെ. പ്രിയ അവരെ ശാസിച്ചു. എങ്ങനെ പറ്റുന്നു പ്രിയേച്ചി? തീർത്ത് കളയാൻ തോന്നുന്നില്ല ഇവനെ? ആദിത്യ പ്രിയയോട് ചോദിച്ചു. എന്തിനാ അപ്പു? ഒരു കരണത്തടിച്ചാൽ മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കണമെന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷെ നീ ഇവൻ്റെ ഈ അവസ്ഥ കണ്ടോ? ഇതിൽ കൂടുതൽ എന്ത് ശിക്ഷയാണ് ഇവന് കിട്ടാനുള്ളത്? ഈ അവസ്ഥയിൽ നമ്മളും കൂടി കൈയൊഴിഞ്ഞാൽ പിന്നെ ഇവനും നമ്മളും തമ്മിൽ എന്ത് വ്യത്യാസമാണ് മോനെ? കഴിഞ്ഞൊക്കെ മറക്കാം. പ്രിയ ആദിത്യനെ മാറ്റി നിർത്തി അവൻ്റെ ചെവിയിൽ പറഞ്ഞു. ആദിത്യൊന്നും മിണ്ടാതെ മുറി വിട്ടിറങ്ങി. സാരയില്ല, ദേഷ്യം വന്നപ്പോൾ അവരെന്തൊക്കെയോ പറഞ്ഞതാ. നമുക്ക് ഫുഡ് കഴിക്കാം. പ്രിയ ജയദേവന്റെ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. താമസിയാതെ വർഷ അനാഥാലയത്തിലേക്ക് തിരികെ പോകണമെന്ന് പ്രിയ ആദിത്യനോട് പറഞ്ഞു. ഞങ്ങൾ എത്ര നിർബന്ധിച്ചിട്ടോ അവൾ കേൾക്കുന്നില്ല. സതി വിഷമത്തോടെ പറഞ്ഞു. ഇവിടെ നമ്മളൊക്കെ ഇല്ലേ? അവിടെ പോയാൽ ഇനി ആ കുട്ടിക്ക് ആരാ ഉള്ളത്? എന്താകുമോ അതിൻ്റെ ഭാവി? മുത്തശ്ശിയും സങ്കടത്തോടെ പറഞ്ഞു. നീ പറഞ്ഞാൽ ഒരുപക്ഷെ. പ്രിയ പ്രതീക്ഷയോടെ ആദിത്യനെ നോക്കി. ഞാൻ എന്തിനാ പറയുന്നത്? അതിന് ഞാനാരാ? സത്യങ്ങളെല്ലാം മറച്ചുവെച്ച് എന്നോട് പോലും പറയാതെ നിങ്ങൾ രണ്ടുപേരും നാടകം കളിച്ചില്ലേ? അവൾക്കെങ്കിലും എന്നോട് പറയായിരുന്നല്ലോ. പോകണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ പോട്ടെ. ആദിത്യ ദേഷ്യത്തോടെ പറഞ്ഞു. അവൻ്റെ മനസ്സ് നീറുകയാണെന്ന് പ്രിയക്കറിയാമായിരുന്നു. താനും വർഷയും കൂടി ഒരുമിച്ച് തീരുമാനമെടുത്തിട്ടാണ് ജയശങ്കറിനെയും കുടുംബത്തെയും നാട്ടിലെത്തിച്ചതും തങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ചതുപോലെ താൻ വർഷയുടെ ഫോണിൽ അവളും വിനുവും കൂടി നിൽക്കുന്ന ഫോട്ടോ ആദിത്യന് കാണിച്ചതും. അത് ചോദ്യം ചെയ്തപ്പോൾ വർഷ തന്നെപ്പറ്റി എല്ലാവരുടെയും മുൻപിൽ വെച്ച് അസഭ്യം പറഞ്ഞതും ഇതൊന്നും അറിയാതെ ആദിത്യ അവളെ തല്ലിയതുമൊക്കെ അതിൻ്റെ ദേഷ്യവും വിഷമവും കൊണ്ടാണെന്ന് പ്രിയക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് ആ ദിവസത്തിന് ശേഷം ആദിത്യ വർഷയോട് അധികം സംസാരിക്കാറില്ലായിരുന്നു. വർഷ പോകാൻ തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം ആദിത്യ വെപ്രാളത്തോടെ വർഷയുടെ മുറിയിലേക്കെത്തി. അവൾ കിടക്കുകയായിരുന്നു. ആദിത്യനെ കണ്ടതും അവൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. അവളുടെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു. അവൾ കരയുകയാണെന്ന് അവന് മനസ്സിലായി. ആദിത്യ അടിച്ചപ്പോൾ അവളുടെ ചുണ്ടിൻ്റെ കോണിൽ അവൻ്റെ മോതിരം കൊണ്ടുള്ള മുറിവ് കരിഞ്ഞ പാടുണ്ടായിരുന്നു. അവൻ വിഷമത്തോടെ അവളെ നോക്കി. പോകുവാണെന്ന് എല്ലാവരോടും പറഞ്ഞു. എന്നോടൊരക്ഷരം പോലും മിണ്ടാതെ പൊയ്ക്കളയാനായിരുന്നോ നിന്റെ ഉദ്ദേശം? ആദിത്യ ചോദിച്ചു. വർഷ ഒന്നും മിണ്ടാതെ മുഖം കുനിച്ചു നിന്നു. നീ ശരിക്കും പോവുകയാണോ?
ആദിത്യ ചോദിച്ചു. അതെ, വർഷ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. എന്തിന്? ആദിത്യ മുറിക്കകത്തേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു. ഞാനിവിടെ വന്നതിന് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. എൻ്റെ വിനുവേട്ടൻ എവിടെയാണെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്ന വിശ്വാസമുണ്ടായിരുന്നു. എന്തെങ്കിലും ഒരിക്കൽ എൻ്റെ വിനുവേട്ടൻ എന്നെ തേടി മടങ്ങി വരുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. ഇനി അത് വേണ്ടല്ലോ. വർഷ പൊട്ടിക്കരഞ്ഞു. നിനക്ക് ഇവിടെ താമസിച്ചുകൂടെ? അറിയാതെയാണെങ്കിൽ പോലും ഞങ്ങൾ കാരണമല്ലേ നിനക്ക് ഈ അവസ്ഥ വന്നത്? ആദിത്യ അവളോട് ചോദിച്ചു. നിങ്ങളാരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ തിരിച്ചു പോകുന്നത് തന്നെയാണ് നല്ലത്. എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ തന്നെ, അവൾ പറഞ്ഞു. അവിടെ ചെന്നാൽ പിന്നെ നിനക്ക് ആരാ ഉള്ളേ? നീ ഒറ്റക്കാവില്ലേ? അല്ലെങ്കിൽ നിനക്ക് ഞങ്ങളുടെ കൂടെ വന്നുകൂടെ? പ്രിയേച്ചിക്കൊരു കൂട്ടാകുമല്ലോ, ആദിത്യ ചോദിച്ചു. പ്രിയേച്ചിയേക്കാളും തനിക്കാണ് അവളുടെ ആവശ്യമെന്ന് പറയണമെന്നുണ്ടായിരുന്നു അവന്. പ്രിയേച്ചിക്കിനി എൻ്റെ ആവശ്യമില്ല. അധികം താമസിയാതെ പ്രിയേച്ചി പഴയ ആളായിക്കോളും. പിന്നെ ഒരു സഹതാപത്തിൻ്റെ പേരിൽ ആർക്കും ഒരു ബാധ്യതയാവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. കരച്ചിലിനിടയിൽ അവൾ പറഞ്ഞു. കഴുത്തിലൊരു താലി ചാർത്തി ഈ ബാധ്യത ഞാൻ അങ്ങ് ഏറ്റെടുത്തോട്ടെ. ആദിത്യ പറഞ്ഞത് കേട്ട് വർഷ അവനെ പകച്ചു നോക്കി. സഹതാപത്തിൻ്റെ പേരിലൊന്നുമല്ല, നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാ. നിനക്കും അതറിയില്ലേ? ആദിത്യ പറഞ്ഞു. എനിക്ക് ഇപ്പോൾ ഒരു വിവാഹത്തെപ്പറ്റി ചിന്തിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. അറിയാലോ, വർഷ കരച്ചിലടക്കാൻ പാടുപെട്ടു. ഞാൻ കാത്തിരുന്നോളാം, എത്ര വർഷം വേണമെങ്കിലും. പക്ഷെ നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല. ആദിത്യ അവളുടെ കൈകൾ രണ്ടും പൊതിഞ്ഞു പിടിച്ചു. ഞാൻ ലോകം കണ്ടിട്ടില്ലാത്തവളാ. പഠിപ്പ് കുറവാണ്. അച്ഛനും അമ്മയും ആരാണെന്നറിയില്ല. നിങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കൊന്നും ഞാൻ ചേരില്ല. ഇപ്പം തോന്നുന്ന ആവേശമെല്ലാം കെട്ടടങ്ങുമ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഭാരമാവും, ശല്യമാവും. സാറിന് എന്നേക്കാൾ നല്ല പഠിപ്പും വിവരമൊക്കെ ഉള്ള ഒരു കുട്ടിയെ കിട്ടും, വർഷ കണ്ണീരോട് പറഞ്ഞു. കിട്ടുമായിരിക്കും, പക്ഷേ അവരൊന്നും നിനക്ക് പകരാവില്ല. ഞാൻ പറഞ്ഞല്ലോ, ആവേശത്തിൻ്റെ പുറത്ത് പറയുന്ന വെറും വാക്കല്ല. എൻ്റെ പ്രിയേച്ചിയെ നീ പൊന്നുപോലെ നോക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാ. സഹായിക്കാൻ ആരുമില്ലാതിരുന്നിട്ടും സ്വന്തം ഏട്ടന് വേണ്ടി ഒരു പരിചയവുമില്ലാത്ത കുറച്ച് ആൾക്കാരുടെ ഇടയിലേക്ക് ജയമോ തോൽവിയോ എന്നറിയാതെ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് നീ സത്യങ്ങൾ അന്വേഷിച്ചു വന്നു. നിനക്ക് നല്ലൊരു മനസ്സുണ്ട് വർഷേ. പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാനുള്ള മനക്കരുത്തും നിനക്കുണ്ട്. ഞാൻ വേറൊന്നും ചോദിക്കുന്നില്ല. ഞാൻ കൊണ്ടുപോയിക്കോട്ടെ നിന്നെ. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഒരു കുറവും വരാതെ ഞാൻ നോക്കിക്കോളാം. ആദിത്യ അവളെ കെട്ടിപ്പിടിച്ചു. അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് വീണു. ആദിത്യ അവളുടെ മുഖം പിടിച്ചുയർത്തി നെറ്റിയിൽ ഉമ്മ കൊടുത്തു. അവളുടെ ചുണ്ടിൻ്റെ കോണിലെ മുറിപ്പാടിൽ പതിയെ തൻ്റെ ചുണ്ടുകൾ അമർത്തി. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം. സവിതേ, മോളെ സവിതേ. സതി വീടിന് ചുറ്റും ആരെയോ വിളിച്ചു നടന്നു. സതിയമ്മക്ക് ഇത് തന്നെയാ പണി. ഈ കുട്ടിയെക്കൊണ്ട് തോറ്റു. വർഷ പറയുന്നത് കേട്ട് സതി ചിരിച്ചു. പെട്ടെന്ന് ചായ്പിൽ നിന്നും ഒരു 4 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി പട്ടുപാവാടയും ബ്ലൗസും ഇട്ട് മുടി രണ്ടും സൈഡിലേക്ക് പിന്നിയിട്ട് പതിയെ നടന്നു വരുന്നു. അമ്മുമ്മേ, ഐ ആം ഹിയർ, അവൾ സതിയോടായി വിളിച്ചു പറഞ്ഞു. അപ്പോട്ടാ, ഇവിടെ വരുമ്പോഴെങ്കിലും മലയാളത്തിൽ സംസാരിക്കാൻ ഈ കൊച്ചിനോടൊന്ന് പറയ്. 2 വയസ്സ് തൊട്ട് ഡേ കെയറിൽ വിട്ടാൽ ഇതാ കുഴപ്പം. ആദിത്യനോട് പറഞ്ഞിട്ട് വർഷ അകത്തേക്ക് പോയി. ആദിത്യൻ്റെയും വർഷയുടെയും മകൾ സവിത. വെക്കേഷൻ അമേരിക്കയിൽ നിന്നും നാട്ടിൽ വന്നതായിരുന്നു അവർ 3 പേരും. പ്രിയ ജയദേവനോടൊപ്പം അമേരിക്കയിൽ തന്നെയായിരുന്നു. ജയദേവൻ്റെ അവസ്ഥയിൽ കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്തിനാ ചായ്പിൽ പോയി ഒളിച്ചിരുന്നേ? അമ്മുമ്മ എവിടെയെല്ലാം നോക്കിയെന്നറിയോ? സതി കുഞ്ഞിനോട് ചോദിച്ചു. ഐ വാസ് ഹൈഡിങ് സം ബുക്സ് ഹിയർ. ഐ ലവ് ടു റീഡ് മോൺസ്റ്റർ സ്റ്റോറീസ് അമ്മുമ്മ. ബട്ട് അമ്മ വോണ്ട് ലെറ്റ് മീ ടച്ച് ദം. പ്ലീസ് ഡോണ്ട് ടെൽ അമ്മ, ഓക്കെ? കുഞ്ഞു സവിതയുടെ ഇംഗ്ലീഷ് സതിക്ക് ഒട്ടും മനസ്സിലായില്ല. അമ്മയോട് എന്ത് പറയണ്ടെന്നാ എൻ്റെ മോള് പറയുന്നത്? അച്ഛൻ കേട്ടു. ഇപ്പം തന്നെ അമ്മയോട് പറയട്ടെ. ആദ്യത്തെ അവിടെ നിൽക്കുന്ന കാര്യം സവിത അറിഞ്ഞില്ല. എന്താ മോനെ കുഞ്ഞു പറഞ്ഞത്? സതി ആദിത്യനോട് കാര്യം തിരക്കി. ഇവൾക്ക് കുട്ടികളുടെ കുറച്ച് കഥാപുസ്തകങ്ങളുണ്ട് സതി ആൻറ്റി. മിക്കതും പ്രേത കഥകളാണ്. ഇവൾ അതൊക്കെ വായിച്ച് രാത്രി കിടന്ന് നിലവിളിക്കും. അതുകൊണ്ട് വർഷം അതെല്ലാം എടുത്ത് മാറ്റിവെക്കും.
ഇപ്പോൾ അതെല്ലാം ഇവള് വർഷ കാണാതെ ചായ്പിൽ കൊണ്ട് വെച്ചേക്കുക. നമ്മുടെ സവിതയെപ്പോലെ തന്നെ. ആദിത്യ പറഞ്ഞത് കേട്ട് സതി ചിരിച്ചു. അവർ 3 പേരും അകത്തേക്ക് നടന്നു. മുത്തശ്ശിയുടെ അസ്ഥിത്തറയിൽ വർഷ കത്തിച്ചു വെച്ച വിളക്ക് വീശിയടിച്ച കാറ്റിൽ അണയാതെ നിന്നു. കഥ അവസാനിച്ചു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.